ബംഗളൂരു നഗരത്തിലെ തിരക്കേറിയ റോഡിൽ നടന്നൊരു നിസ്സാര വാഹന അപകടം പകയുടെയും പ്രതികാരത്തിൻ്റെയും ഏറ്റവും ക്രൂരമായ അധ്യായമായി പരിഗണിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സാധാരണ ഭക്ഷണ വിതരണ ജീവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, ദർശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ യുവാവിൻ്റെ ദാരുണമായൊരു മരണം ഒരു റോഡപകടമായി ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന കേസിനെ ആസൂത്രിതമായൊരു കൊലപാതകമായി മാറ്റിയതിന് പിന്നിൽ കളരിപ്പയറ്റ് പരിശീലനായ ഒരു മലയാളിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണെന്ന യാഥാർത്ഥ്യം കർണാടക പോലീസിന് പോലും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഒക്ടോബർ 25 രാത്രിയിൽ പട്ടണഹള്ളി ശ്രീരാമ ലേഔട്ടിൽ വെച്ചാണ് ഈ ക്രൂരമായ കൃത്യം അരങ്ങേറുന്നത്. അറസ്റ്റിലായ മനോജ് കുമാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആരതി ശർമ്മ എന്നിവർ ചേർന്ന് നടത്തിയ ഈ കൊടുംക്രൂരത നഗരത്തിലെ റോഡ് റേജിൻ്റെ തന്നെ ഭീകരമായ സാമൂഹിക ഭവിഷ്യത്തുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനഃപൂർവ്വം കാറിടിപ്പിച്ച് ഒരാളുടെ ജീവനെടുക്കാൻ മാത്രം ദേഷ്യവും പ്രതികാരവും ഒരു സാധാരണ അപകടത്തിൻ്റെ പേരിൽ ഉണ്ടായത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് പോലീസ് ഇപ്പോഴും പ്രധാനമായും അന്വേഷിച്ചു വരുന്നത്. സംഭവങ്ങളുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഒരു സാധാരണ ദിവസത്തെ രാത്രി 9 മണിയോടെയായിരുന്നു. ഡെലിവറി ജോലിക്കായി പോവുകയായിരുന്ന ദർശനും സുഹൃത്ത് വരണും സഞ്ചരിച്ച ബൈക്ക് മനോജ് കുമാർ ഓടിച്ചിരുന്ന കാറിന്റെ റിയർവ്യൂ മിററിൽ തട്ടുകയുണ്ടായി. കൂട്ടിയിടിയിൽ കാറിന്റെ കണ്ണാടിക്ക് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചതിലല്ലാതെ ആർക്കും കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. തുടർന്ന് റോഡിൽ വെച്ചുണ്ടായ തർക്കം വാക്കേറ്റമായി മാറി. എന്നാൽ തൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച അശ്രദ്ധയ്ക്ക് ദർശൻ മാന്യമായി ക്ഷമാപണം നടത്തുകയും തൻ്റെ ഡെലിവറി ജോലി പൂർത്തീകരിക്കാനായി ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്തു. ഒരു സാധാരണ അപകടമായി കണ്ട് സ്ഥലത്തുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും പ്രദേശവാസികളുമെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ കളരിപ്പയറ്റ് പരിശീലകനായ മനോജ് കുമാറും ഭാര്യ ആരതി ശർമ്മയും ക്ഷമാപണം അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കത് ഭയങ്കരമായി ഹേർട്ടായി. അങ്ങനെ ഒരു ഡെലിവറി ബോയുടെ നിസ്സാരമായൊരു അശ്രദ്ധ തങ്ങളെ അപമാനിച്ചതായും ഈ അപമാനം വെച്ചു പൊറപ്പിക്കാൻ സാധിക്കില്ലെന്നും അവർ തീരുമാനിച്ചു. ഈ പ്രതികാര ചിന്തയാണ് ദർശന്റെ ജീവനെടുക്കുന്നതിലേക്ക് കലാശിച്ചത്. ദർശൻ ഓടിച്ചുപോയ ബൈക്കിനെ പിന്തുടരാൻ മനോജ് കുമാർ കാർ യൂട്ടേൺ എടുക്കുന്നതോടെയാണ് കഥയിലെ ക്രൂരമായ വഴിത്തിരിവ് ആരംഭിക്കുന്നത്. ഭാര്യ ആരതി ശർമ്മയും ഈ പ്രതികാര നീക്കത്തിനുള്ള പൂർണ്ണ പിന്തുണ നൽകി കൂടെയുണ്ടായിരുന്നു, പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. തങ്ങൾക്ക് സംഭവിച്ച അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച ഈ ദമ്പതികൾ ഏകദേശം 2 കിലോമീറ്ററും ദർശന്റെ ബൈക്കിനെ അതിവേഗം പിന്തുടർന്നു. സാധാരണ നിലയിൽ നിയമം കയ്യിലെടുക്കാൻ സാധ്യതയില്ലാത്തവരും സാമൂഹ്യ മാന്യത കൽപ്പിക്കാത്തവരുമായ വ്യക്തികൾ ഇത്രയും ദൂരം ഒരു യുവാവിനെ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കാൻ തുനിഞ്ഞത് പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് ആളൊഴിഞ്ഞ റോഡിൽ വെച്ച് മനോജ് കുമാർ മനഃപൂർവ്വം അമിത വേഗതയിലെത്തിയ കാർ ദർശന്റെ ബൈക്കിന്റെ പിന്നിൽ ശക്തമായി ഇടിച്ചു. കാർ ഒരു ആയുധമായി ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഒരു അപകടമായിരുന്നില്ല, മറിച്ച് ആസൂത്രിതമായ ഒരു കൊലപാതക ശ്രമങ്ങളായിരുന്നു എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ദർശൻ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു, അതും പിടഞ്ഞു മരിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വരുണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരണം ഉറപ്പുവരുത്തിയ ശേഷം ഒരു കൂസലുമില്ലാതെ ദമ്പതികൾ കാറുമെടുത്ത് സംഭവ സ്ഥലത്തു നിന്നും അതിവേഗം രക്ഷപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ദർശന്റെ സഹോദരി JP നഗർ ട്രാഫിക് പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ സൗത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോകേഷ് ജഗലസറാണ് അന്വേഷണത്തിനുള്ള ചുമതലയുണ്ടായിരുന്നു. ട്രാഫിക് പോലീസ് കേസായി ഒതുങ്ങാമായിരുന്ന ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ക്രിമിനൽ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പോലീസിലെ വിദഗ്ധരുടെ സംഘം നടത്തിയ ഒരു അന്വേഷണമാണ് കേസിൽ നിർണായകമായൊരു വഴിത്തിരിവാകുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കിയുള്ള വിശകലനമാണ് പ്രതികളെ കുടുക്കാൻ സഹായിച്ചതും. ദമ്പതികൾ ദർശനമായി തർക്കിക്കുന്നതിൻ്റെയും കാർ യൂട്ടേൺ എടുത്ത് ബൈക്കിനെ പിന്തുടരുന്നതിൻ്റെയും മനഃപൂർവ്വം ഇടിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളെല്ലാം റോഡ് അപകടമാണെന്ന വാദം പൂർണ്ണമായും തകർത്ത് പൊളിച്ചു കളയുന്ന അവസ്ഥയിലുള്ളതായിരുന്നു. എന്നാൽ പ്രതികളെ കുടുക്കിയ ഏറ്റവും വലിയ തെളിവ് ലഭിച്ചത് കൊലപാതകത്തിന് ശേഷം അവർ നടത്തിയ തെളിവ് നശിപ്പിക്കൽ ശ്രമങ്ങളായിരുന്നു. കാറ് ബൈക്കിലിടിച്ചപ്പോൾ ഇളകി വീണ ചില ഭാഗങ്ങൾ, അതായത് കാറിൻ്റെതായ ചില ഭാഗങ്ങൾ ശേഖരിക്കാനായി അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ദമ്പതികൾ മുഖം മൂടി ധരിച്ച് രാത്രിയുടെ മറവിൽ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഈ ശ്രമം CCTVയിൽ വ്യക്തമായതോടെ, അല്ലെങ്കിൽ വ്യക്തമായി പതിഞ്ഞതോടെ ഇതൊരു റോഡ് അപകടമല്ല എന്നും അതുപോലെ തന്നെ പൂർണ്ണമായും ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്നും പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. പ്രതികാരത്തിനായി ഒരാളെ കൊന്ന ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ മുഖം മൂടി ധരിച്ച് തിരികെ വന്നത് അവരുടെ ക്രൂരമായ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്നും അത് തന്നെയാണ് ഇവിടെ നടന്നതെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പുട്ടനഹള്ളി പോലീസ് സ്റ്റേഷനിലെ ദമ്പതികൾക്കെതിരെ കൊലപാതക ശ്രമം, അതായത് കൊലപാതകം IPC 302 വകുപ്പ്, അതുപോലെ തെളിവ് നശിപ്പിക്കലായ IPC 201 തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു.
അറസ്റ്റിലായ മലയാളി പശ്ചാത്തലമുള്ള കളരിപ്പയറ്റ് പരിശീലകൻ മനോജ് കുമാറും ഭാര്യ ആരതി ശർമ്മയും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നിസ്സാര തർക്കത്തെ തുടർന്നുണ്ടായ ഒരു രോഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ദർശൻ ക്ഷമാപണം നടത്തിയിട്ടും തങ്ങൾ അപമാനിതരായി എന്നുള്ള തോന്നലാണ് പ്രതികാരണത്തിന് കാരണമായെന്നും മനോജ് കുമാർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കളരിപ്പയറ്റ് പോലുള്ളൊരു ആയോധനകല പരിശീലിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ ഒരാളും പ്രതീക്ഷിക്കാത്ത ഈ ക്രൂരത സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാര്യ ആരതി ശർമ്മ ജമ്മു കാശ്മീർ സ്വദേശിനിയുമാണ്. 5 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ഇരുവരും വളരെ ആസൂത്രിതമായിട്ടാണ് കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതും അത് തന്നെയാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചതും. ഈ കൊലപാതകം നഗരത്തിലെ റോഡ് യാത്രക്കാർക്കിടയിൽ റോഡ് റേജിന്റെയും അതുപോലെ പ്രതികാര മനോഭാവത്തിന്റെയും ഭീകരമായ ഭവിഷ്യത്തുകളെ കുറിച്ച് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഒരു ദർശൻ എന്ന ചെറുപ്പക്കാരൻ, എന്ന യുവജീവനക്കാരൻ ഒരു ദാരുണമായ മരണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകേണ്ട ദുഃഖം വളരെ വലുതാണ്. നിസ്സാരമായൊരു ചെറിയ അപകടം, ആ അപകടത്തിന് അദ്ദേഹം നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് സ്വന്തം ജീവനായിരുന്നു എന്നുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ദർശൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ കുടുംബത്തിന് അത്താണിയായി ഉണ്ടായിരുന്ന ദർശൻ ഇപ്പോൾ ഇന്ന് ഈ ഭൂമിയിലില്ല. ആ കുടുംബം ഇന്ന് നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു നിസ്സാരമായ റോഡ് അപകടത്തിന്റെ പേരിൽ ഒരു യുവാവിന്റെ ജീവൻ തന്നെ നഷ്ടമായ ഈ സംഭവം നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നീതി ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ്. ഒരാൾക്ക് അറിയാതൊരു അപകടമുണ്ടാകുന്നു, ആരും മനഃപൂർവ്വമായി ആരുടെ വണ്ടിയിലും കൊണ്ടിടിക്കില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പക്ഷേ അറിയാതെ പറ്റിയ ഒരു അപകടത്തിൻ്റെ പേരിൽ ഒരാളുടെ ജീവനെടുക്കാൻ തക്കമുള്ള ഒരു ക്രൂരത, ആ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ദമ്പതികളെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും തെളിവ് നശിപ്പിക്കാൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങളെല്ലാം പോലീസ് ഊർജിതമായി തുടർന്നു വരികയുമാണ്. ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ ദമ്പതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. പോലീസ് സംഘം പറയുന്നതും അതുതന്നെയാണ്. ഒരു കളരിപ്പയറ്റ് പരിശീലകൻ, അദ്ദേഹത്തിന് ഇത്ര മനോവൈകൃതമായ മനസ്സാണോ എന്നുള്ളതാണ് പോലീസ് സംഘം പോലും ചോദ്യം ചെയ്യുന്നത്. കാരണം അറിയാതെ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരാളെ കൊല്ലാൻ തക്കവണ്ണം ശത്രുത എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ എടുത്തു പറയേണ്ടത്, നിയമം സാധൂകരിക്കുന്ന എല്ലാ ശിക്ഷയും ഈ ദമ്പതികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസും നടത്തി വരികയാണ്.